എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോ ചലഞ്ചിൽ ഇന്ന് ഡേ 13 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ മുടിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇന്ന് ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉലുവ ജെല്ലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉലുവ ജെല്ല്, ഉലുവത്താളി എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മുടിക്കൊരു ഡ്രൈനെസ് ഉണ്ടാവും. മുടിയൊക്കെ നല്ല ബൗൺസി ആയിട്ടുള്ള ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊക്കെ ആയിരിക്കും ആ പാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പാക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കാരണം നമ്മളെ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്ത പോലെ തന്നെ മുടി നല്ല ബൗൺസി ആ ഒരു റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്കാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് നിങ്ങൾ ഒരിക്കലും പാക്ക് തേച്ച് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അതെടുത്തിട്ട് കുറച്ച് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. ആരോ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ തീർന്നു എന്നുള്ളത്. എണ്ണ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അടുത്ത എണ്ണ തയ്യാറാക്കണം. അപ്പോൾ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്യുമോയെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് കരിഞ്ചീര എണ്ണ തയ്യാറാക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്യണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും എണ്ണ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് സ്കിൻ കെയർ വീഡിയോസ് ഒന്നും ചെയ്യാത്തട്ടോ. എന്നോട് കുറേ പേര് കമന്റിലൂടെ പറയുന്നുണ്ട് ചലഞ്ചിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒന്നരാടെ നമ്മുടെ വീഡിയോ പിന്നെ ഹെയർ കെയർ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡെയിലി വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒക്കെ കുറച്ച് താമസിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്കായതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും ഞാൻ എല്ലാ കമൻസിനും മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലുമൊക്കെ 2-3 കമൻറ്റൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും കമൻറ്റൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നോക്കിയിട്ട് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാം. അപ്പം ഞാനിതാ അത്യാവശ്യം ഓയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡീപ്പ് ഓയിലിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എടുത്ത ഓയിലിൻ്റെ അളവില്ല, അത്ര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലും മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുക. പിന്നെ ഞാനിങ്ങനെ പാക്ക് തേക്കുന്നതിന് മുമ്പ് ഓയിൽ തേക്കേണ്ട കാര്യം ഞാൻ പറയുന്നില്ല. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ഓയിലിൻ്റെ കാര്യമൊക്കെ എടുത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ചെയ്യുന്നത്. നമുക്ക് വലിയ അരക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത് തന്നെ കഞ്ഞിവെള്ളത്തിലൂടെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മുടിയിൽ കഞ്ഞിവെള്ളം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതവിടെ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുടിക്ക് അത് സ്യൂട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. വേറെ ഹെവി ആയിട്ടുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും കഞ്ഞിവെള്ളം ചേരണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ചിലവർക്കൊക്കെ കഞ്ഞിവെള്ളം സ്യൂട്ട് ആവാത്തതുണ്ട്. അങ്ങനെ നിങ്ങളുടെ മുടിക്ക് കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് താളി ഉപയോഗിക്കാം. നമ്മുടെ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും താളി, പാടത്താളി ആയിക്കോട്ടെ, പിന്നെ വട്ടക്കുറുന്തോട്ടിയുടെ താളിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ താളി ഇന്നത്തെ ദിവസം അത്രമാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ ഇന്നൊരു പാക്കായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പൊക്കെ പറ്റാത്തവരാണ്, കഞ്ഞിവെള്ളം നല്ല തണുപ്പാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുടി കഴുകുമ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഞാനിന്ന് കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഒരു പാക്കായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്ത് മൊത്തം ആവും. എങ്കിലും കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് ഏറ്റവും നല്ലത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരു നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മുടി കൊഴിച്ചലിന് കാരണമാവും കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റി വെക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്, ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റി വെക്കലുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റി വെക്കുന്നവരാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കഞ്ഞിവെള്ളം മാറ്റി വെക്കുക കേട്ടോ. ഉപ്പിട്ട കഞ്ഞിവെള്ളം മുടിയിലേക്ക് ഉപയോഗിക്കരുത്. പിന്നെ ഒരു നൈറ്റ് വെച്ചിട്ട് ചിലവർ ചോദിക്കലുണ്ട്, ചേച്ചി 2 ദിവസമൊക്കെ വെച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കണോ, അങ്ങനെയാണോ നല്ല റിസൾട്ട് കിട്ടുകയെന്ന്. അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം കഞ്ഞിവെള്ളം ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ തന്നെ ആ ഒരു പുളിച്ച സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനെ പുളിച്ച സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കൊക്കെ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ അത്ര ദിവസമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു നൈറ്റ് വെക്കുക, നിങ്ങൾ പിറ്റേ ദിവസം ഉപയോഗിക്കുക. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
പിന്നെ ഒരു നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഉപയോഗിക്കണം നിർബന്ധമുണ്ടോ, ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊക്കെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഉപയോഗിക്കട്ടെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഒരു നൈറ്റ് വെച്ചിട്ട് ഉപയോഗിക്കുക. ആ ഒരു കഞ്ഞിവെള്ളത്തിനാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ എപ്പോഴും കഞ്ഞിവെള്ളം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണയല്ല, നമ്മളെ യൂട്യൂബേഴ്സ് ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ആദ്യമൊക്കെ നമ്മൾ പറയും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് മുടി വളർത്തിയെടുക്കാം അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കഞ്ഞിവെള്ളം നല്ലതാണ്. കാരണം പിന്നെ സ്കാൽപ്പിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ കഞ്ഞിവെള്ളം നന്നായിട്ട് സഹായിക്കും. ഒരിക്കലും കഞ്ഞിവെള്ളം ഇപ്പോൾ ഡെയിലി മുടിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പരിധിയിൽ കൂടുതൽ മുടി വളർത്തിയെടുക്കുക അങ്ങനെയൊന്നും സാധിക്കുന്നൊന്നും കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് മുടിക്കൊരു വളം പോലെ കഞ്ഞിവെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നും അല്ല. പക്ഷെ നല്ലതാണ്, നമുക്ക് ഒരു പുതിയ മുടികൾ വളരാനും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതുപോലെ തേക്കാൻ പറ്റുന്നവർ, കാരണം ഇങ്ങനെ വെള്ളമാണ്, കഞ്ഞിവെള്ളമാണ്, തണുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് പറ്റാത്തവർ ഇതുപോലെ ഇങ്ങനെ സ്കാൽപ്പിൽ തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുടി കഴുകാൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ മുടിയിൽ അങ്ങനെ തേക്കുന്നില്ല കേട്ടോ. മുടിയിൽ തേച്ചുകൊണ്ടും കുഴപ്പമില്ല. മുടിയിൽ തേച്ച് കഴിഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ മേത്ത് കൂടെ മൊത്തം ഒഴുകുന്നുണ്ട്. മുടിയിൽ ഞാൻ അങ്ങനെ തേക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ, കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചലഞ്ചിൽ ഞാനിപ്പോൾ കാണുന്നൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ബോയ്സിന് ഉപയോഗിക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നമ്മുടെ ചലഞ്ചിലെ പാക്കുകളൊക്കെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും തണുപ്പ് പ്രശ്നമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ കുട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം പാക്കുകൾ ചെയ്യുക. എല്ലാ പാക്കുകളും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ള പാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ ഏതരിയുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കണം എന്ന് കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഏതരിയുടെ കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏത് അരിയുടെ ചോറാണോ വെക്കുന്നത് ആ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ചിലർ ചോദിക്കും അരി കുതിർക്കാനിട്ട വെള്ളമാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെയില്ല കേട്ടോ. നമുക്ക് ഏറ്റവും നല്ല അരി കുതിർക്കാനിട്ട വെള്ളം ചിലർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് നമ്മളെ ചോറ് തിളപ്പിച്ച് ഊറ്റുന്ന വെള്ളമില്ലേ, നമ്മുടെ കഞ്ഞി വെള്ളമില്ലേ, അത് ഉപയോഗിക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. അല്ലാത്തവർ മുടി കഴുകാൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിത് ആ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണേ ചെയ്യാം കേട്ടോ. കാരണം സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് 15 മിനിറ്റ് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കഴുകാനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ കഴുകുന്നത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളാണ്. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ എന്ന് പറയുന്നത് സിമ്പിളാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ ഇന്നത്തെ ദിവസം ഇത് ചെയ്യുക. സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ ജസ്റ്റ് താളി പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പാക്കായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുടി കഴുകുന്ന സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത് കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അടുപ്പിച്ച് ഡെയിലി നമ്മുടെ മുടിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറിപ്പോകും. കാരണം ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഡെയിലി കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരു 2 തവണയോ 3 തവണയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മുടി വളരാനായിട്ട് കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ 13ാമത്തെ ദിവസം നമ്മുടെ മുടിയിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ 14ാമത്തെ ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യാം. പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളത്തെക്കുറിച്ചോ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.